നമസ്കാരം. നമുക്കറിയാം, ലോകത്ത് തീവ്രവാദത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണ്. പക്ഷേ അന്താരാഷ്ട്ര വേദികളിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യം, പാകിസ്ഥാൻ പ്രതിനിധികൾ എല്ലായിടത്തും കരഞ്ഞ് ഇരവാദം ഉന്നയിക്കും. ഞങ്ങളെ ഇന്ത്യ നിരന്തരമായി ആക്രമിക്കുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ ഇന്ത്യ അനുവദിക്കുന്നില്ല, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നു തുടങ്ങിയ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിരവധി കാര്യങ്ങളാണ് നിരന്തരമായി ഇവർ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ കൗൺസിലിലും പാകിസ്ഥാൻ ഇതേ നാടകവുമായി അവിടെ എത്തിയിരുന്നു. പാകിസ്ഥാൻ പ്രതിനിധികൾ ഇന്ത്യക്കെതിരെ നട്ടാൽ കുരുക്കാത്ത നിരവധി നുണകളാണ് അവിടെ അവർ പറഞ്ഞു പരത്തിയത്. ഏതായാലും ഇതിന് ചുട്ട മറുപടിയാണ് ഇന്ത്യ നൽകിയത്. ഇന്ത്യയുടെ പ്രതിനിധിയായ അനുപമ സിംഗ് എന്ന യുവ IFSകാരിയാണ് കൃത്യമായി തന്നെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയതും ഒപ്പം പാകിസ്ഥാന് കനത്ത തോതിലുള്ള തിരിച്ചടി നൽകിയതും. പാകിസ്ഥാൻ്റെ വായടപ്പിക്കുന്ന മറുപടിയാണ് അനുപമ സിംഗ് നൽകിയിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പേരുകളിലൊന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അനുപമ സിംഗ് മാറുകയാണ്. ആരാണ് ഈ അനുപമ സിംഗ് എന്ന് എല്ലാവരും ഇപ്പോൾ തിരഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലുമൊക്കെ തന്നെ അനുപമ സിംഗ് വലിയ തോതിലുള്ള വൈറലായി മാറിയിരിക്കുന്നു. അനുപമ സിംഗ് പാകിസ്ഥാൻ പ്രതിനിധിയോട് പറഞ്ഞത് നിങ്ങളുടെ രാഷ്ട്രം ഒരു ഫ്രാങ്കൻസ്റ്റീൻ രാഷ്ട്രമാണ് എന്നാണ്. ഫ്രാങ്കൻസ്റ്റീനെ നമുക്കറിയാം, പ്രശസ്ത ആംഗലേയ സാഹിത്യകാരിയായ മേരി ഷെല്ലിയുടെ കഥാപാത്രമാണ് ഫ്രാങ്കൻസ്റ്റൈൻ. ഫ്രാങ്കൻസ്റ്റൈൻ എന്ന ആ ഒരു കഥാപാത്രം സ്വന്തം സൃഷ്ടാവിനെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു രാക്ഷസ രൂപിയാണ്. അതായത് പാകിസ്ഥാൻ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ രാഷ്ട്രം എന്ന് പറയുമ്പോൾ അവർ ചോറ് കൊടുത്ത് വളർത്തിയ തീവ്രവാദികൾ ഇന്ന് അവർക്ക് നേരെ തിരിഞ്ഞടിക്കുന്ന കാഴ്ചയാണ്, അവരെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാണ് അവർ അതിലൂടെ അർത്ഥമാക്കിയത്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക നയമാണെന്ന് നിരവധി അന്താരാഷ്ട്ര വേദികളിൽ പ്രസംഗിച്ച പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രിയുടെ കാര്യം അനുപമ സിംഗ് പ്രത്യേകം എടുത്തു പറഞ്ഞു. കൂടാതെ പാകിസ്ഥാൻ എല്ലാ കാര്യങ്ങളിലും കാണിക്കുന്ന ഇരട്ടത്താപ്പിനെയും അവർ കൃത്യമായി തന്നെ പൊളിച്ചെടുക്കുകയായിരുന്നു. ഇന്ത്യയിൽ കാശ്മീരിൽ സാധാരണക്കാരായ ജനങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് അവർ നിരന്തരമായി ആരോപണം ഉന്നയിക്കാറുണ്ടായിരുന്നു. അവയെല്ലാം തന്നെ പൊളിച്ചടുക്കി പഹൽഗാമിൽ നടന്ന പാകിസ്ഥാൻ്റെ തീവ്രവാദി ആക്രമണം, പാകിസ്ഥാൻ സ്പോൺസേഡ് തീവ്രവാദി ആക്രമണത്തെക്കുറിച്ചൊക്കെ തന്നെ ശക്തമായി പറഞ്ഞ അനുപമ സിംഗ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടി. പാക് അധിനിവേശ കാശ്മീർ, അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തുള്ള അവിടുത്തെ കാശ്മീരായ പാക് അധിനിവേശ കാശ്മീരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തോതിലുള്ളൊരു പ്രക്ഷോഭം നടക്കുകയാണ്. അത് വേറൊന്നിനും വേണ്ടിയല്ല, അവിടുത്തെ ജനങ്ങൾ ഭക്ഷണത്തിനും വൈദ്യുതിക്കും മാന്യമായി ജീവിക്കുന്നതിനും ആവശ്യമായ സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ സർക്കാരിന് നേരെ ഈ ഒരു പ്രക്ഷോഭം ആരംഭിച്ചത്. പക്ഷേ പാക് സർക്കാരാകട്ടെ ഒരു ശത്രു രാജ്യത്തെ പോലെയാണ് സ്വന്തം നാട്ടിലെ ആളുകളെ നേരിട്ടത് എന്നുള്ള കാര്യം അനുപമ സിംഗ് എടുത്തു പറഞ്ഞു. അവരെ പാകിസ്ഥാൻ വെടിയുണ്ടകൾ കൊണ്ടാണ് നേരിട്ടത്. പാകിസ്ഥാനിൽ ചോരപ്പുഴയാണ് ഒഴുകിയത്. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ തന്നെ ചോരപ്പുഴ ഒഴുക്കിയ കാര്യവും അവരെടുത്ത് പറഞ്ഞു. കൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദീജല കരാറിന് 60 വർഷത്തിലധികമായി കഴിഞ്ഞ കാര്യം അവർ ചൂണ്ടിക്കാട്ടി. ഈ കരാറുകളൊക്കെ തന്നെ ഇനി പുതുക്കുന്നതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം ആവശ്യമാണ് എന്നുള്ള കാര്യവും അനുപമ സിംഗ് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഐക്യരാഷ്ട്രസഭയിലെ മനുഷ്യാവകാശ കൗൺസിലിൻ്റെ യോഗത്തിൽ ഇന്ത്യക്ക് സംസാരിക്കാനായി ലഭിച്ച സമയം അനുപമ സിംഗ് വളരെ കൃത്യമായി തന്നെ വിനിയോഗിക്കുകയായിരുന്നു. എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും അനുപമ സിംഗിൻ്റെ ഈ വാഗ്ധോരണി, അതല്ലെങ്കിൽ പാകിസ്ഥാൻ നൽകിയ ഈ ഒരു ചുട്ട മറുപടിയെ വാനോളം വാഴ്ത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ ഇന്ത്യയുടെ അന്തസ്സിനെ വീണ്ടും വീണ്ടും ഉയർത്തിക്കാട്ടുന്ന തലത്തിലേക്ക് അവരുടെ പ്രസംഗവും അവരുടെ മൊത്തത്തിലുള്ള മറുപടികളുമൊക്കെ തന്നെ മാറിക്കഴിഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട്, അതായത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് ഒടുവിൽ അവരെല്ലാവരും തന്നെ തങ്ങൾക്ക് നേരെ, അവിടുത്തെ സർക്കാരിന് നേരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബലൂചിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. അവിടുത്തെ പ്രകൃതി വിഭവങ്ങളെല്ലാം തന്നെ വിദേശികൾക്ക് വിറ്റ് അതിൻ്റെ കമ്മീഷൻ അടിക്കാൻ നടക്കുന്ന പാകിസ്ഥാനിലെ ഭരണാധികാരികൾ അവിടുത്തെ ജനങ്ങളെയും ഇത്തരത്തിൽ ചൂഷണം ചെയ്യുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് അവിടെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും വളരുന്നത്. കൂടാതെ ഇന്ത്യയിൽ തീവ്രവാദം വിതയ്ക്കുന്ന പല ഭീകര നേതാക്കളെയും അജ്ഞാതർ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെയൊക്കെ തന്നെ കുറ്റം പാകിസ്ഥാൻ പലപ്പോഴും ഇന്ത്യയുടെ തലയിൽ വെച്ച് കെട്ടുന്നൊരു കാഴ്ചയും നമ്മൾ കാണുന്നതാണ്. പാകിസ്ഥാൻ എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായ ഒരു രാജ്യമാണ്. സാമ്പത്തികമായിട്ടും മാത്രമല്ല, പ്രതിരോധ മേഖലയിലാണെങ്കിലും എല്ലാ തലങ്ങളിലും ജനങ്ങൾ വലിയ തോതിൽ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ശിങ്കടികളായി ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇടനിലയ്ക്ക് ശ്രമിക്കുകയും മധ്യസ്ഥരാകുകയും ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഒറ്റയ്ക്കടിക്കാൻ നോക്കുകയും ചെയ്തപ്പോൾ അവിടെയും പരാജയപ്പെടുകയായിരുന്നു. കാരണം ഡൊണാൾഡ് ട്രംപ് ഇവർക്കെല്ലാം അത്രയ്ക്കുള്ള പ്രാധാന്യം മാത്രമേ നൽകുന്നുള്ളൂ. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫ് ആകട്ടെ ഏത് അന്താരാഷ്ട്ര വേദിയിൽ പോയാലും അവിടെയെല്ലാം തന്നെ സ്വന്തം രാജ്യത്തിൻ്റെ മാനം കെടുത്തുന്ന രീതിയിൽ പെരുമാറുന്ന ആളാണ്. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ വൈറ്റ് ഹൗസിൽ തന്നെ കാണാനെത്തിയ
പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ 1.5 മണിക്കൂറോളം കാത്തിരുന്നതിന് ശേഷം കാണാതെ പോവുകയായിരുന്നു. ഒടുവിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ മറന്നുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയും വില മാത്രമേ അമേരിക്ക പോലും ഈ പാകിസ്ഥാൻ നൽകുന്നുള്ളൂ. ഏതായാലും ഐക്യരാഷ്ട്രസഭയിലെ ഈ അനുപമ സിംഗ് എന്ന പെൺപുലിയുടെ ഈ ഒരു ശക്തമായ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ 140 കോടിയിലധികം വരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷം തന്നെയാണ് എന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്.